നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. തമിഴ്നാട് മുഖ്യമന്ത്രിയാകാമെന്ന വി.കെ. ശശികലയുടെ മോഹങ്ങൾക്ക് തിരിച്ചടി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികല കുറ്റക്കാരിയാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. 4 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമാണ് കോടതി വിധി. അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയാണ് കേസിലെ ഒന്നാം പ്രതി. ജയലളിതയുടെ വളർത്തുമകൻ വി.എൻ. സുധാകരൻ, ജെ. ഇളവരശി എന്നിവരാണ് മറ്റു പ്രതികൾ. ഇവരെ വെറുതെ വിട്ട കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ കഴിഞ്ഞ ജൂൺ 7-നാണ് സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയത്. 1991-96 കാലത്ത് ജയലളിത മുഖ്യമന്ത്രിയായിരിക്കെ 66 കോടിയുടെ അനധികൃത സ്വത്ത് സമാഹരിച്ച കേസിൽ 4 പ്രതികൾക്കും വിചാരണ കോടതി 4 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ജയലളിതയ്ക്ക് 100 കോടി രൂപയും ശശികല ഉൾപ്പെടെ മറ്റുള്ളവർക്ക് 10 കോടി രൂപ വീതവും പിഴ വിധിച്ചിരുന്നു. വിചാരണ കോടതി വിധിച്ച ശിക്ഷയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്താനുള്ള ശശികലയുടെ നീക്കങ്ങൾക്ക് സുപ്രീം കോടതി വിധി കനത്ത തിരിച്ചടിയായി. ജഡ്ജിമാരായ പി.സി. ഘോഷ്, അമിതാവ് റോയ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് വിധി. പ്രതികളുടെ അപ്പീൽ അനുവദിച്ച കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ വർഷം മെയ് 11-ന് 4 പേരെയും കുറ്റവിമുക്തരാക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് സി.ആർ. കുമാരസ്വാമി നൽകിയ വിധി നീതി നിഷേധമാണെന്നും തെറ്റായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്നും ആരോപിച്ചാണ് കർണാടക സർക്കാരും അൻപഴകനും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏതായാലും വിചാരണ കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചതോടെ അത് പനീർസെൽവത്തിനും പക്ഷത്തിനുമായിരിക്കും ഇനി ഗുണകരമാവുക. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.